ഇനി ഒരാഴ്ചത്തേക്ക് സമൂഹ മാധ്യമങ്ങളിലും ടി വിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്ത ഇത് തന്നെയായിരിക്കും അല്ലേ? അഫാൻ്റെ കൊലപാതകം. 5 പേരെയാണ് കൊന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? വിദേശ രാജ്യങ്ങളിലൊന്നും ഒരു പീഡനമോ കൊലയോ നടക്കുന്നില്ല. കാര്യം അവിടെയുള്ള ശിക്ഷ അത്രയ്ക്കും കാഠിന്യമുള്ളതാണ്. നാട്ടിൽ അങ്ങനെയല്ല. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് തൂക്ക് കയറ്, അതിനപ്പുറത്തേക്കൊരു ശിക്ഷ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ആ ശിക്ഷ നടപ്പിലാക്കേണ്ടി വരില്ല. കാര്യം അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. മരണഭയം ഇല്ലാത്ത മനുഷ്യന്മാരാരും ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിയമമാണ് നമ്മളെ നാടുകളിലും വരേണ്ടത്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന പോലെ തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൃത്യങ്ങൾ ഉണ്ടാവില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. കോമൺ സെൻസുള്ള എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ മാറ്റി എഴുതേണ്ട ആൾക്കാർക്കത് മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യുക? ടി വി തുറക്കാൻ കഴിയുന്നില്ല. കാര്യം എല്ലാ ചാനലിലും നിറഞ്ഞു നിൽക്കുന്നത് അഫാൻ്റെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ സങ്കടമാണ്. ഇന്ന് വേറെ ഏതോ സ്ഥലത്ത് നടക്കുന്ന, നാളെ നമ്മളുടെയൊക്കെ വീട്ടിലും ഇങ്ങനെയൊക്കെ നടക്കാം അല്ലേ? മാറേണ്ടത് മനുഷ്യനല്ല, നിയമം തന്നെയാണ് എന്ന് പലപ്പോഴായിട്ട് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നടുക്കത്തിൽ നിന്ന് ആ നാടും നമ്മളും റിക്കവർ ആയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓരോ വാർത്ത കേൾക്കുമ്പം തന്നെ ഉള്ളിലൊരു ആദിയാണ്.